എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കക്കിരിക്ക പച്ചടിയാണ്. സദ്യയിലെ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരു വിഭവമാണ് പച്ചടി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓണം സ്പെഷ്യലായി നമുക്കിത് നല്ല ടേസ്റ്റിൽ ഈസിയായി കക്കിരിക്ക പച്ചടി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓണം നിമിഷം തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. ഈ പാനിലോട്ടേക്ക് ഒരു കക്കിരീൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കുരുവൊക്കെ കളയണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കക്കിരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. കക്കിരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ചിരവിയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പുളിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം, എങ്കിലാണ് ഈ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ അരപ്പ് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ കക്കിരിക്ക നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ കക്കിരിക്കയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ടേക്ക് താളിച്ചൊഴിക്കാം. ഇനി കക്കിരിക്ക പച്ചടിയിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ സദ്യ സ്പെഷ്യൽ കക്കിരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. ഓണമല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. മനസ്സറിഞ്ഞ് ചോറുണ്ണാൻ ഇത് മാത്രം മതിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.